Hi viewers, today we will be starting a new subject, skill enhancement and employability orientation. In today's class, we will be discussing about syllabus, self-regulation and academic performance, SWOT analysis and self-esteem. Dear students, skill enhancement and employability orientation എന്ന ഫോർത്ത് സെമസ്റ്ററിലെ സബ്ജക്റ്റിൻ്റെ സിലബസിനെ കുറിച്ചുള്ള ഒരു ഔട്ട്ലൈനാണ് നൽകുന്നത്. അതിനു മുമ്പ് സ്കിൽ എൻഹാൻസ്മെൻറ്റ് ആൻഡ് എംപ്ലോയബിലിറ്റി ഓറിയൻറ്റേഷൻ എന്ന സബ്ജക്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ധാരാളം സബ്ജക്ട്സ് BBAക്ക് പഠിക്കുന്നുണ്ട്. പക്ഷേ അതുകൂടാതെ നിങ്ങൾക്ക് ഒരു ജോലി സ്ഥലത്ത് മികച്ച രീതിയിൽ പെർഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് സ്കിൽസും കൂടെ ഉണ്ടായിരിക്കണം. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ കൂടാതെ മറ്റ് അനവധി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കിൽസ് ഉണ്ട്. നിങ്ങൾ എങ്ങനെയാണ് സെൽഫ് റെഗുലേറ്റ് ചെയ്യുന്നത്, സെൽഫ് ഡിസിപ്ലിൻ എങ്ങനെയാണ് പാലിക്കേണ്ടുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടുന്നത്, എങ്ങനെയാണ് ഒരു പബ്ലിക് സ്പീച്ച് നടത്തേണ്ടുന്നത്, ഡിബേറ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, ഒരു മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്റ്റ് ചെയ്യേണ്ടുന്നത്, അതുപോലെ എഫക്റ്റീവായിട്ടുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അത് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഓരോ പർപ്പസിന് വേണ്ടിയിട്ടും നിങ്ങൾ കറസ്പോണ്ടൻസിന് വേണ്ടിയിട്ട് പല രീതിയിലുള്ള ലെറ്റേഴ്സ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഒരു കമ്പനിയിൽ ജോലിക്ക് പോയാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതാണ്. അപ്പോൾ എങ്ങനെയാണ് പലതരത്തിലുള്ള ലെറ്റർ തയ്യാറാക്കേണ്ടുന്നത്, ഇനി അതുപോലെ നിങ്ങളുടെ സെൽഫ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്തേണ്ടുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, പിന്നീട് ഓരോരോ കാര്യങ്ങളിൽ നിങ്ങൾ പാലിക്കേണ്ടുന്ന മര്യാദകൾ അത് എന്തൊക്കെയാണ്, എങ്ങനെയാണത് പാലിക്കേണ്ടുന്നത്, പിന്നെ അതുപോലെ നിങ്ങളുടെ സെൽഫ് മോട്ടിവേഷനും, പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ പഠനത്തിൻ്റെ ലക്ഷ്യം തന്നെയായ ഒരു ജോലി എങ്ങനെയാണ് നേടേണ്ടുന്നത്, ആ ജോലി നേടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടുന്നത്, ഒരു ജോലി നേടുവാൻ വേണ്ടിയിട്ട് തുടക്കം മുതൽ നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടുന്നത്, ഒരു ജോലിയിൽ മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് നിങ്ങൾ നടത്തേണ്ടുന്നത്, ഇങ്ങനെയൊക്കെയുള്ള സോഫ്റ്റ് സ്കിൽസ് ആണ് നിങ്ങൾ ഈ സബ്ജക്റ്റിലൂടെ പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന മറ്റ് വിഷയങ്ങളിൽ നിന്നും അവിടെയാണ് ഇതിനൊരു വ്യത്യസ്തതയുള്ളത്. എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യമായിട്ടല്ല ഈ സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കേണ്ടുന്നത്. നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇനി നമുക്ക് ആ സിലബസിൻ്റെ ഒരു ഔട്ട്ലൈൻ അതൊന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് മൊഡ്യൂളിൽ സെൽഫ് റെഗുലേഷൻ ആൻഡ് ഇംപ്രൂവിങ് അക്കാഡമിക് പെർഫോമൻസ് അതിനാണ് ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ തന്നെ അറിയണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, നിങ്ങൾക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം നേടുവാനുള്ള ത്രെറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെ തന്നെ അറിയുക. പിന്നെ മറ്റൊന്ന് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് ഇതിനകത്ത് പഠിക്കുന്നത്. അടുത്തതായി സെക്കൻഡ് മൊഡ്യൂളിൽ എഫക്റ്റീവ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, മികച്ച രീതിയിൽ നിങ്ങളുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങൾക്ക് എങ്ങനെ നന്നായിട്ട് ഒരു പബ്ലിക് സ്പീച്ച് നടത്താൻ സാധിക്കും, നല്ല രീതിയിൽ പ്രസൻറ്റേഷൻസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ നടത്താൻ സാധിക്കും, ഒരു ഡിബേറ്റിൽ നിങ്ങൾ എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടുന്നത്, ഒരു മീറ്റിംഗ് എങ്ങനെയാണ് കണ്ടക്റ്റ് ചെയ്യേണ്ടുന്നത്, ഇതെല്ലാം എഫക്റ്റീവ് ഓറൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നതാണ്. ഇതൊരു ഔട്ട്ലൈൻ മാത്രമാണ്. ഞാനീ പറയുന്നതിലും കൂടുതൽ നിങ്ങൾക്ക്
ഓരോ മൊഡ്യൂളിലും പഠിക്കേണ്ടതായിട്ടുണ്ട്. അടുത്തതായി എഫക്റ്റീവ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. അതിനകത്ത് മികച്ച രീതിയിൽ എങ്ങനെയാണ് റൈറ്റിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ലെറ്റേഴ്സ് നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ ജോലി കിട്ടുകയാണെങ്കിൽ തയ്യാറാക്കേണ്ടതായിട്ട് വരും. അതൊക്കെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടുന്നത്. അടുത്തതായി 4th മൊഡ്യൂളിൽ സെൽഫ് മാനേജ്മെൻറ്റ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്, അതിനാണ് ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. ഇവിടെ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള ബാരിയേഴ്സ്, കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യേണ്ടുന്നത്, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മികച്ച രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടുന്നത്, അതുപോലെ നിങ്ങൾ ഓരോ സ്ഥലത്തും പാലിക്കേണ്ടുന്ന മര്യാദകൾ, എറ്റിക്വറ്റ് എന്നാണ് അതിനെ പറയുന്നത്. പല തരത്തിലുള്ള എറ്റിക്വറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുണ്ട്. അതുപോലെ പേഴ്സണൽ ഗ്രൂമിങ്, നിങ്ങളെ തന്നെ എങ്ങനെയാണ് വൃത്തിയായിട്ട് ഒക്കെ നിങ്ങളെ മാനേജ് ചെയ്യുന്നത്. അതായത് നല്ല രീതിയിൽ നിങ്ങളെപ്പോഴും ഗ്രൂം ചെയ്ത് വേണം മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങളെ തന്നെ പ്രസൻറ്റ് ചെയ്യുവാൻ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ 4th മൊഡ്യൂളിൽ പഠിക്കുന്നു. നിങ്ങളുടെ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇനി അടുത്തതായി 4th മൊഡ്യൂളിൽ സെൽഫ് മോട്ടിവേഷൻ ആൻഡ് ഗെറ്റിംഗ് ഹയേർഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ എടുക്കുന്നത്, അതുപോലെ ഈ മാറ്റങ്ങളുള്ള ഈ ലോകത്ത് എപ്പോഴും ഇങ്ങനെ ട്രെൻഡ്സ് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് നിങ്ങളൊരു ജോലി നേടിയെടുക്കേണ്ടുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അതിനകത്തെല്ലാം വരും. ജോലിക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടുന്നത്, ജോലിക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ്റർവ്യൂവിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രസ് കോഡ് എന്തായിരിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടുന്നത്, ഇൻ്റർവ്യൂവിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് നിങ്ങൾ 5th മൊഡ്യൂളിൽ പഠിക്കേണ്ടുന്നത്. അപ്പോൾ ഈ ടോപ്പിക്സ് എല്ലാം ശ്രദ്ധിച്ചില്ലേ? ഇത് നിങ്ങൾ സാധാരണ പഠിക്കുന്ന സബ്ജക്റ്റിൽ നിന്നും വിഭിന്നമായിട്ട് നിങ്ങളുടെ നിത്യജീവിതത്തിൽ വളരെയധികം ആവശ്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഓരോരോ ടോപ്പിക്സിലേക്ക് പോകാം. സെൽഫ് റെഗുലേഷൻ. Self-regulation is the ability to monitor and manage your emotions, thoughts and behaviors in ways that produce effective results. Self-regulation and academic performance, അതാണ് ആദ്യത്തെ ടോപ്പിക്. ഇതിൽ സെൽഫ് റെഗുലേഷൻ എന്താണെന്ന് നോക്കാം. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ആ ടേമിൽ തന്നെയും പറയുന്നുണ്ട്, നമ്മളെ തന്നെ റെഗുലേറ്റ് ചെയ്യുക, അവനവനെ തന്നെയും റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. ഇതാണ് സെൽഫ് റെഗുലേഷൻ എന്നാൽ അർത്ഥമാക്കുന്നത്. ഇവിടെ നമ്മളെ തന്നെ മോണിറ്റർ ചെയ്യണം. മോണിറ്റർ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മളുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയൊക്കെ നമ്മൾ തന്നെയും ഒന്ന് നിരീക്ഷിക്കണം. അതിനുശേഷം നമ്മൾ മാനേജ് ചെയ്യണം നമ്മളുടെ ഇമോഷൻസ്, നമ്മളുടെ ചിന്തകൾ, നമ്മളുടെ പ്രവൃത്തികൾ, അതായത് ബിഹേവിയേഴ്സ്, ഇതെല്ലാം നമ്മൾ തന്നെ മാനേജ് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും നല്ല രീതിയിലുള്ള ഔട്ട്കംസ് ആയിരിക്കും ലഭിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മുടെ ലക്ഷ്യങ്ങളിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സഹായിക്കും. അതാണ് സെൽഫ് റെഗുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെൽഫ് റെഗുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഇമോഷൻസും തോട്ട്സും ബിഹേവിയേഴ്സും ഒക്കെയും മോണിറ്റർ ചെയ്ത് എന്ന് പറഞ്ഞാൽ നിരീക്ഷിച്ച് അത് മാനേജ് ചെയ്യുവാനുള്ളൊരു കഴിവിനെയാണ് സെൽഫ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മികച്ച റിസൾട്ട്സ്, മികച്ച ഔട്ട്കം ആയിരിക്കും ലഭ്യമാകുക, മികച്ച ജീവിത വിജയമായിരിക്കും ലഭ്യമാകുക.
Self-regulation can improve the academic performance by managing emotions of the students. മികച്ച സെൽഫ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നല്ല രീതിയിലുള്ള അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ പഠനത്തിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഇമോഷൻസ്, തോട്ട്സ്, ബിഹേവിയേഴ്സ് അതൊക്കെ കടന്നു വരികയാണെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി സെൽഫ് റെഗുലേറ്റ് ചെയ്യുവാൻ അവർക്ക് കഴിവുണ്ടെങ്കിൽ, അവർക്ക് സ്വയം മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതൊന്നും അവരുടെ പഠനത്തിനെ ബാധിക്കത്തില്ല, അവരുടെ ലക്ഷ്യത്തിനെ അത് ഒന്നും ബാധിക്കത്തില്ല. അപ്പോൾ ആവശ്യമില്ലാത്ത ഇമോഷൻസ്, തോട്ട്സ്, ബിഹേവിയേഴ്സ് ഇതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് കഴിയും. അങ്ങനെ നല്ല അക്കാഡമിക് പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും. സെൽഫ് റെഗുലേഷൻ ഇൻക്രീസസ് പോസിറ്റീവ് ഇമോഷൻസ്. സെൽഫ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ നല്ല ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ വളരെ ക്ഷമയോടെ അതിനെ കാണുക, അത് നല്ലൊരു ഇമോഷനാണ്. വളരെ സന്തോഷത്തോടെ എന്തിനേയും സമീപിക്കുക, നല്ലൊരു ഇമോഷനാണത്. ദേഷ്യവും അതുപോലെ എന്തിനേയും കുറ്റം പറയുക, ഇതൊക്കെ നല്ല രീതിയിലുള്ള ഇമോഷൻസ് അല്ല. ഉദാഹരണത്തിന് സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ അവരുടെ പേരൻസോ ടീച്ചേഴ്സോ അത് ചൂണ്ടിക്കാണിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ദേഷ്യം പ്രകടിപ്പിക്കുക, അതൊരിക്കലും നല്ലൊരു ഇമോഷൻ അല്ല. പക്ഷെ സെൽഫ് റെഗുലേഷൻ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇമോഷൻസ് ഒരിക്കലും പ്രകടിപ്പിക്കത്തില്ല. അപ്പോൾ സെൽഫ് റെഗുലേഷൻ പോസിറ്റീവ് ഇമോഷൻസ്, നല്ല ഇമോഷൻസ് ഇൻക്രീസ് ചെയ്യുവാൻ സഹായിക്കുന്നു. അടുത്തതായി, ഇറ്റ് ക്യാൻ ഇംപ്രൂവ് കോൺഫിഡൻസ്. സെൽഫ് റെഗുലേഷൻ ആത്മവിശ്വാസത്തിനെ വർദ്ധിപ്പിക്കുകയാണ്. സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിൽ പതുക്കെ പതുക്കെ കോൺഫിഡൻസ് വർദ്ധിച്ചു വരികയേ ഉള്ളൂ. അടുത്തതായി, ഹൈലി സെൽഫ് റെഗുലേറ്റഡ് ആർ ഹൈലി മോട്ടിവേറ്റഡ്. വളരെയധികം സെൽഫ് റെഗുലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ വളരെയധികം മോട്ടിവേറ്റഡ് ആയിരിക്കും. അവർ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, അവരവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. അപ്പോൾ സ്വന്തം ഇമോഷൻസും തോട്ട്സും ബിഹേവിയേഴ്സും ഒക്കെ മാനേജ് ചെയ്ത് അവർ ഹൈലി മോട്ടിവേറ്റഡായി അവർ ലക്ഷ്യങ്ങളിൽ എത്താനായിരിക്കും ശ്രമിക്കുക. SWOT analysis. The term SWOT is popularly used in strategic management literature, where these are referred to as follows: S, strength; W, weakness; O, opportunity, and T denotes threat. SWOT എന്ന് പറയുന്ന ടേം പ്രധാനമായിട്ടും സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റിലാണ് ഉപയോഗിക്കുന്നത്. സ്ട്രാറ്റജിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഓർഗനൈസേഷനും കോമ്പറ്റീഷനെ നേരിടാനും കമ്പനിയുടെ ലാഭം വർദ്ധിപ്പിക്കാനും ഒക്കെ പലതരത്തിലുള്ള സ്ട്രാറ്റജീസ്, പലതരത്തിലുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ തന്ത്രങ്ങൾ ഫോർമുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് എന്നിവ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ മികച്ചതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ കമ്പനി ഇനിയും മികച്ചതാകേണ്ടുന്ന ചില മേഖലകളുണ്ട്, അതാണ് വീക്ക്നെസ് എന്ന് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ കമ്പനിക്കുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ്. ത്രെറ്റ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ലക്ഷ്യത്തിലെത്താൻ അതിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഈ SWOT അനാലിസിസ് നടത്തിയെങ്കിൽ മാത്രമേ കമ്പനിക്ക് അതിൻ്റെ സ്ട്രാറ്റജീസ്, തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അവിടെയാണ് ഈ ടേം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പോൾ SWOT എന്താണെന്ന്, ആ ഓരോ ലെറ്റേഴ്സും എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. എസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, W എന്നാൽ വീക്ക്നെസ്, O എന്നാൽ ഓപ്പർച്യൂണിറ്റി, T എന്നാൽ ത്രെറ്റ്. ഈ SWOT അനാലിസിസ് പിന്നീട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓർഗനൈസേഷനിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് തുടങ്ങി. The management used the SWOT analysis to identify the unique strengths along with weaknesses. മാനേജ്മെൻറ്റ് SWOT അനാലിസിസ് ഉപയോഗിക്കുന്നത് ഓർഗനൈസേഷൻ്റെയോ അല്ലെങ്കിൽ വ്യക്തികളുടെയോ സ്ട്രെങ്ത്സും വീക്ക്നെസ്സും
കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും യുണീക്കായിട്ട് അതിൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സ്ട്രെങ്സ് കാണും. ഇനി എന്താണ് ഈ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചില കഴിവുകൾ, ചില മികവുകൾ ഉണ്ടായിരിക്കും. അതിനെയാണ് ഈ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ചിലർക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടായിരിക്കും, അതൊരു സ്ട്രെങ്താണ്. ചിലർക്ക് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരിക്കും, അത് മറ്റൊരു സ്ട്രെങ്താണ്. അതുപോലെ വീക്ക്നെസ്സസും ഉണ്ടായിരിക്കും. വീക്ക്നെസ്സസ് എന്ന് പറഞ്ഞാൽ പോരായ്മകൾ. ഓർഗനൈസേഷൻ ആണെങ്കിലും വ്യക്തികൾക്കാണെങ്കിലും പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഉദാഹരണത്തിന് ഒരു ഓർഗനൈസേഷനിൽ ജോലി ചെയ്യുന്ന വ്യക്തിക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല, അതൊരു വീക്ക്നെസ്സാണ്. ഇനി ഓർഗനൈസേഷന് മികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഇല്ല, അത് അതിൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഇതൊക്കെയാണ് സ്ട്രെങ്ത് വീക്ക്നെസ് എന്നുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. മാച്ച് ദീസ് ഇൻറ്റേർണൽ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് റിസൈഡിങ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഇനി എന്തിനാണ് ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കുന്നത്? ഓർഗനൈസേഷൻ്റേതാണെങ്കിലും ശരി തന്നെ, വ്യക്തികളുടേതാണെങ്കിലും ശരി തന്നെയും ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും എൻവയോൺമെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ അവസരങ്ങൾ, അതുപോലെ ത്രെറ്റ്സ്, എൻവയോൺമെൻറ്റിൽ ധാരാളം ഭീഷണികളുമുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ സ്ട്രെങ്തും വീക്ക്നെസ്സും എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെറ്റ്സിനെയും എങ്ങനെയാണ് മാച്ചാകേണ്ടുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തേണ്ടത്? ഉദാഹരണത്തിന് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രയോജനപ്പെടുത്താം, ഇനി ത്രെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം. അപ്പോൾ ഈ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിഞ്ഞെങ്കിൽ മാത്രമേ ഓപ്പർച്യൂണിറ്റീസിനെയും ത്രെറ്റ്സിനെയും ഒക്കെയും ഇതുമായിട്ട് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതാണ് മാച്ച് ദീസ് ഇൻറ്റേർണൽ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് വിത്ത് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് റിസൈഡിങ് ഇൻ ദ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്. ഓർഗനൈസേഷൻ്റെ പുറത്ത് ഓർഗനൈസേഷന് അവസരങ്ങൾ ഉണ്ടാകാം, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ഭീഷണികളും ഉണ്ടായിരിക്കാം. അപ്പോൾ അതൊക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്തും വീക്ക്നെസ്സും അറിയണം. ഉദാഹരണത്തിന്, അപ്പോൾ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു IT സെക്ടർ, അതിന് ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ വർക്ക് ചെയ്യുന്നു, അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഓർഗനൈസേഷന് അത് ആ ഓപ്പർച്യൂണിറ്റി പ്രയോജനപ്പെടുത്താനുള്ള സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ അതിന് ലാഭകരമായിട്ട് മുന്നോട്ട് പോകാം. ഇനി ത്രെറ്റ്സ്, ഇപ്പോൾ ചില ഓർഗനൈസേഷൻസിൻ്റെ ഫങ്ഷന് തടസ്സമായിട്ട് ചില നിയമങ്ങളൊക്കെ ഉണ്ട്, അതാണ് ത്രെറ്റ്സ്. അല്ലെങ്കിൽ ചില ടെക്നോളജികളൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകാറുണ്ട്. ടെക്നോളജി എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുമല്ലോ, അതൊക്കെ ത്രെറ്റ്സ് അല്ലെങ്കിൽ കമ്പനികളെ സംബന്ധിച്ച് ഭീഷണികളാണ്. അപ്പോൾ ഇതിനെയൊക്കെ നേരിടണമെന്നുണ്ടെങ്കിൽ സ്ട്രെങ്ത് വീക്ക്നെസ് ഒക്കെ അറിയണം. ദിസ് ടെക്നിക് ഓഫ് SWOT അനാലിസിസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ സിറ്റുവേഷൻസ് ബൈ ആൻ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ബൈ ദ ഓർഗനൈസേഷൻ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ വ്യക്തികളുടെ കാര്യത്തിലും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത് വീക്ക്നെസ് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെല്ലാം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പിന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുവാൻ തടസ്സമായി നിൽക്കുന്ന ത്രെറ്റ്സ്, ഭീഷണികൾ എന്തൊക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അനലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വ്യക്തികൾക്കും ഓർഗനൈസേഷനും ഒക്കെ തന്നെയും ഈ SWOT അനാലിസിസ് ഉപയോഗിക്കാം. അടുത്തതായി SWOT അനാലിസിസിൻ്റെ ഡെഫിനിഷനാണ്. SWOT analysis is a strategic planning technique used to help a person or organization to identify strengths, weaknesses, opportunities and threats related to business competition. ഇത് SWOT അനാലിസിസിൻ്റെ ഡെഫിനിഷനായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കണം. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ടെക്നിക്കാണ്. സ്ട്രാറ്റജിക് പ്ലാനിങ് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കമ്പനി തന്ത്രപരമായിട്ട് ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്, അത് കമ്പനിയുടെ സക്സസ്സിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിക്ക് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് SWOT അനാലിസിസ്.
It is used to help a person or organization to identify strengths, weaknesses, opportunities, and threats related to business competition. ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെ ഓർഗനൈസേഷൻ്റെയോ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്, എന്നിവ കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ടാണ്. ആ സ്ട്രെങ്തും വീക്ക്നെസ്സും ഓപ്പർച്യൂണിറ്റീസും ത്രെറ്റ്സും എല്ലാം ബിസിനസ് കോമ്പറ്റീഷനുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. കാരണം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടത്തുന്നത് ബിസിനസ്സാണ്. അപ്പോൾ ആ ബിസിനസ് കോമ്പറ്റീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും ആ ഓർഗനൈസേഷൻ്റെ തന്നെയും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്സ് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യാം. എങ്കിൽ മാത്രമേ ബിസിനസ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ധാരാളം മറ്റ് കമ്പനികളുണ്ടാവും. അതിനെയൊക്കെയും ആ ഒരു കോമ്പറ്റീഷനൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാത് കമ്പനികളുടെ SWOT അനാലിസിസ് നടത്തുന്നത് പോലും. അപ്പോൾ ബിസിനസ് കോമ്പറ്റീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളുടെയും ഓർഗനൈസേഷൻ്റെയും സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ്, അതാണ് SWOT അനാലിസിസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെഫിനിഷൻ ഒന്നും കൂടെ നമുക്ക് നോക്കാം. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടെക്നിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് പ്രധാനമായിട്ടും ബിസിനസ് കോമ്പറ്റീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന വ്യക്തികളുടെയോ ഓർഗനൈസേഷൻ്റെയോ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡെഫിനിഷൻ എന്താണെന്ന് മനസ്സിലായോ? ഒരു ഓർഗനൈസേഷൻ്റെ ബിസിനസ് കോമ്പറ്റീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഓർഗനൈസേഷൻ്റെ തന്നെയോ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ്, ത്രെറ്റ്സ് എന്നിവ ഐഡൻറ്റിഫൈ ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് ടെക്നിക്കാണ് SWOT അനാലിസിസ്. അടുത്തതായി യൂസസ് ഓഫ് SWOT അനാലിസിസ്. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇവിടെ പഠിക്കാം. An individual manager, Mr. A, analysis is strengths, weakness, opportunities and threats. ഇവിടെ ഒരു മാനേജറിൻ്റെ SWOT അനാലിസിസ് നടത്തുകയാണ്. SWOT അനാലിസിസ് ഓഫ് മിസ്റ്റർ എ. സ്ട്രെങ്ത്സ്. മിസ്റ്റർ എ എന്ന് പറഞ്ഞാൽ ഒരു മാനേജറിൻ്റെ പേര് നമ്മൾ ആ രീതിയിൽ പറയുകയാണ്. സ്ട്രെങ്ത്സ്, എലക്വൻസസ് ഓഫ് സ്പീച്ച്. ആ വ്യക്തിയുടെ മാനേജറിൻ്റെ മിസ്റ്റർ എ എന്ന പേരിലുള്ള മാനേജറിൻ്റെ സ്ട്രെങ്ത് ഇവയൊക്കെയാണ്. എലക്വൻസസ് ഓഫ് സ്പീച്ച്, നല്ല രീതിയിൽ പ്രസംഗിക്കുവാനുള്ള കഴിവ്. പവർ ഓഫ് പെർsuasion, മറ്റുള്ളവരെ സ്വാധീനിക്കുവാനുള്ള ഒരു കഴിവ്. ക്ലാരിറ്റി ഓഫ് മെസ്സേജസ്. മിസ്റ്റർ എ എന്ന് പറയുന്ന മാനേജർ എന്ത് മെസ്സേജ് സബോർഡിനേറ്റ്സിന് നൽകിയാലും അതിനകത്തൊരു ക്ലാരിറ്റി ഉണ്ടാകും, ഒരു വ്യക്തത ഉണ്ടാകും. അപ്പോൾ എംപ്ലോയീസിനൊക്കെ മനസ്സിലാകും എന്താണ് മാനേജർ ഉദ്ദേശിക്കുന്നതെന്ന്. അടുത്തതായി വീക്ക്നെസ്സസ്. എന്തൊക്കെയാണ് മാനേജറിൻ്റെ പോരായ്മകൾ? എവിടെയൊക്കെയാണ് മാനേജർ ഇനിയും മികച്ചതാകേണ്ടുന്നത്? അഗ്രസീവ്നെസ്, വളരെ അഗ്രസീവാണ്, ഒരു ക്ഷമയോടുകൂടി ഒരു കാര്യവും ചെയ്യത്തില്ല. ഇന്നബിലിറ്റി ടു റീഡ് ബോഡി ലാംഗ്വേജ്. അപ്പോൾ മറ്റുള്ളവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മുഖത്ത് എന്തെങ്കിലും ഒരു ഭാവവ്യത്യാസം ഉണ്ടെങ്കിലോ അവർ ചെയ്യുന്ന പ്രവൃത്തികളിലൂടെ ഒന്നും അവരെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. അടുത്തതായി ഇമോഷണൽ റിയാക്റ്റീവ്നെസ്, വളരെ പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും. ഇമോഷണലായിട്ട് ഉള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഇമോഷൻസ് നിയന്ത്രിക്കാൻ അറിയില്ല, പെട്ടെന്ന് റിയാക്റ്റ് ചെയ്യും. അടുത്തതായി ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു മാനേജറിൻ്റെ മുമ്പിലുള്ള അവസരങ്ങൾ എന്തൊക്കെയാണ് ഈ സ്ട്രെങ്തും വീക്ക്നെസ്സസും വെച്ചുകൊണ്ട്? നെഗോസിയേഷൻ, കാരണം മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്യുക, വില പേശുവാനുള്ളൊരു കഴിവുണ്ട്. ഇപ്പോൾ സപ്ലയേഴ്സൊക്കെ വരികയാണെങ്കിൽ വില കുറച്ച് റോ മെറ്റീരിയൽസൊക്കെ വാങ്ങിക്കുവാനൊക്കെ ഉള്ളൊരു കഴിവുണ്ട്. പെർsuasion, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവരെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ, മറ്റുള്ളവരെ സ്വാധീനിച്ചുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. മോട്ടിവേഷൻ, നന്നായിട്ട് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ഈ മാനേജറിൻ്റെ മുമ്പിലുള്ള ഓപ്പർച്യൂണിറ്റീസ്. അടുത്തതായി ത്രെറ്റ്സ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ മാനേജറിന് ചില ഭീഷണികളുണ്ട്, ജോലി നന്നായിട്ട് ചെയ്യാൻ തടസ്സമായിട്ട് നിൽക്കുന്ന ചില കാര്യങ്ങൾ. ലാംഗ്വേജ് ബാരിയേഴ്സ്, ആ ഓർഗനൈസേഷനിൽ പലതരത്തിലുള്ള ലാംഗ്വേജ് സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ ആ എല്ലാ ഭാഷയിലും
കാര്യങ്ങൾ പറയുവാനുള്ളൊരു ബുദ്ധിമുട്ട് മാനേജറിനുണ്ട്. അതാണ് ലാംഗ്വേജ് ബാരിയർ. അടുത്തതായി കൾച്ചറൽ ഡിഫറൻസസ്. പല തരത്തിലുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർ ആ ഓർഗനൈസേഷനിലുണ്ട്, പല പ്രദേശത്തു നിന്നുള്ളവർ. അതൊക്കെ മനസ്സിലാക്കുവാനും അത് മനസ്സിലാക്കി സംസാരിക്കാനും പെരുമാറുവാനും മാനേജർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെയാണ് മാനേജറുടെ മുമ്പിലുള്ള ത്രെറ്റ്സ്. ഫോർ എക്സാമ്പിൾ, മാനേജർക്ക് നന്നായിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയാം, പക്ഷെ അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും അത് മനസ്സിലാകണമെന്നില്ല. അത് ലാംഗ്വേജ് ബാരിയറിനകത്ത് വരുന്നതാണ്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ കൾച്ചർ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് മാനേജറുടെ ഭാഗത്തു നിന്നുള്ള മാനേജർ നേരിടുന്ന ഒരു ത്രെറ്റാണ്. ഇതൊക്കെയാണ് ത്രെറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് SWOT അനാലിസിസ്?